ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ 2019 വർഷത്തിലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം അല്ലെങ്കിൽ CHSL എക്സാമും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ അല്ലെങ്കിൽ MDS എക്സാമും എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വിവിധ പരീക്ഷകൾ പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെയധികം കുറവാണ്. ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യമായ അവയർനെസ് ഇല്ലായ്മയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മൾ മിഷൻ CHSL എക്സാം അതുപോലെ തന്നെ മിഷൻ MDS എക്സാം എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതൊരു പരീക്ഷയും നമുക്ക് പാസ്സാകുന്നതിന് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം മുൻ വർഷങ്ങളിൽ ആ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളെ വിശദമായി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു കൃത്യമായ ധാരണ ആ പരീക്ഷയെക്കുറിച്ച് ലഭിക്കും. CHSL എക്സാമിനും അതുപോലെ തന്നെ MDS എക്സാമിനും മുൻ വർഷങ്ങളിൽ മാത്സ് പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളെ അനലൈസ് ചെയ്യുകയും അതിൻ്റെ ഉത്തരത്തിലേക്ക് ഏറ്റവും സ്മാർട്ടായ രീതിയിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 5, 6, 7 and 8 leaves a remainder 3, but when divided by 9 leaves no remainder is. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 5, 6, 7, 8 ഈ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടുന്നതും എന്നാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സംഖ്യയാണ്. ചോയ്സസ് നമുക്ക് തന്നിട്ടുണ്ട്. A 1677, B 1683, C 2523, D 3363. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന ചിന്ത LCM എടുത്ത് അതിനെക്കാട്ടി 3 കൂട്ടണം. കാര്യം LCM ആയിരിക്കും 5, 6, 7, 8 ഇതിൻ്റെ മൾട്ടിപ്പിൾ, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ. അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 കിട്ടും. പക്ഷേ നമ്മളിവിടെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസിലേക്ക് വരിക, ഏറ്റവും ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളുടെ ക്ലൂ കിടക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? വെൻ ഡിവൈഡഡ് ബൈ 9 ലീവ്സ് നോ റിമൈൻഡർ. അതിൻ്റെ അർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന സംഖ്യ ഏത് തന്നെ ആയാലും അതിനെ 9 കൊണ്ട് നിശേഷം നമുക്ക് ഹരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് നമുക്ക് വേണ്ട സംഖ്യ. നമുക്കറിയാം 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യയിലെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ തന്നിട്ടുള്ള ചോയ്സിലെ ഓരോ വാല്യൂവിൻ്റെയും ഡിജിറ്റ്സ് ആഡ് ചെയ്യുക. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നത് ഏതാണോ അതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഇവിടെ ചോയ്സ് A നോക്കുക. 1677 ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 6 + 7 + 7 21 ആണ് കിട്ടുന്നത്. അത് 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത ചോയ്സ് എടുക്കുക. 1683 ഡിജിറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 6 + 8 + 3 18 എന്ന് കിട്ടും അല്ലേ? 18 9ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് B ആണ്, 18. C എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 12 ആണ് കിട്ടുന്നത്. D എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ B മാത്രമേ ഉള്ളൂ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ആൻസർ 1683, ചോയ്സ് B. ഓക്കെ, ഇതേ സെയിം ടൈപ്പ് ചോദ്യം തന്നെ SSC പലതവണ പല പരീക്ഷകളിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. Let x be the least number which when divided by 5, 6, 7 and 8 leaves a remainder 3 in each case, but when divided by 9 leaves no remainder. The sum of digits of x is dash. അപ്പോൾ ഇവിടെ എന്തായാലും x എന്ന് പറയുന്ന സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? x എന്ന് പറയുന്ന സംഖ്യ 9ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. നമുക്ക് തന്നിട്ടുള്ള ചോയ്സിൽ അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആ സംഖ്യയല്ല, സംഖ്യയിലെ ഡിജിറ്റ്സിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ ആണെങ്കിൽ അതിലെ ഡിജിറ്റ്സിൻ്റെ സമ്മു എന്ത് തന്നെ ആയിരിക്കും? 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ തന്നിട്ടുള്ള ചോയ്സ് A 24, B 21, C 22, D 18. ഇതിൻ്റെ അകത്ത് സം ഓഫ് ഡിജിറ്റ്സ് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് ചോയ്സ് D മാത്രമാണ്. അപ്പോൾ അവിടെ ആൻസർ ഏതാണ്? 18. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ SSC ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം.
Let x be the smallest number which when added to 2000 makes the resulting number divisible by 12, 16, 18 and 21. The sum of the digits of x is dash. Choice നമുക്ക് തന്നിട്ടുണ്ട് A7, B6, C5, D4. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? x എന്ന് പറയുന്ന ഒരു സംഖ്യ അത് 2000ന്റെ കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 12, 16, 18, 21 ഈ സംഖ്യകൾ കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അപ്പോൾ 2000ന്റെ കൂടെ എക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ 12, 16, 18, 21 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ നമുക്ക് ലഭിക്കുന്നത്. അപ്പം നമുക്കറിയാം 18 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 18 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് സംഖ്യ ആയാലും അതിനെ നമുക്ക് 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിൽ അതിലെ ഡിജിറ്റ്സിന്റെ സം എന്തായിരിക്കണം? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. സിമ്പിൾ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 2000ന്റെ കൂടെ എക്സും കൂടെ കൂട്ടുമ്പോഴാണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ 2000ത്തിലെ ഡിജിറ്റ്സിന്റെ സം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 2ഉം ബാക്കിയുള്ളതെല്ലാം 0ആണ്. അപ്പോൾ അവിടുത്തെ ഡിജിറ്റ് സം നമുക്ക് 2 എന്ന് കിട്ടും. ഇനിയും ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യ ഏത് തന്നെ ആയാലും അതിലെ ഡിജിറ്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ ചോയ്സിൽ നോക്കിക്കഴിഞ്ഞാൽ 7 2000ത്തിന്റെ ഡിജിറ്റ് സം ആയിട്ടുള്ള 2ന്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് 9 എന്ന് കിട്ടും. അപ്പോൾ അത് 9ന്റെ മൾട്ടിപ്പിൾ ആയി. സോ നമ്മളുടെ ആൻസർ ഏതാണ്? ചോയ്സ് എ ആണ്. ബിഒ സിഒ ഡിഒ ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മളുടെ ആൻസർ ചോയ്സ് എ ആയിരിക്കും 7. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഈ ചോദ്യങ്ങൾ ഓരോന്നും LCM ഒക്കെ എടുത്തായിരുന്നു ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ നമ്മളിവിടെ 9ന്റെ ഡിവിസിബിലിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നപ്പോഴേക്ക് വളരെ വേഗത്തിൽ നമുക്ക് ആൻസറിൽ എത്താൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ ചോദ്യങ്ങളുടെയും അവസ്ഥ. നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ആൻസറിൽ എത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പുതിയ ഒരു ടൈപ്പ് കൺസെപ്റ്റുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു.